ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഓൾട്രേഷൻ വർക്കുമായിട്ടാണ്. അപ്പോൾ ഇതൊരു വലിയൊരളവിലുള്ള ചുരിദാർ എങ്ങനെ ചെറിയ അളവിലേക്ക് മാറ്റാൻ നോക്കാം. ഇതൊരു ഉമ്മയുടെ ചുരിദാറാണ്, അത് മകളുടെ അളവിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവിന് തന്നിട്ടുള്ള ഒരു യൂണിഫോമിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് എനിക്ക് ഈ ഒരു ചുരിദാർ മാറ്റേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു ചുരിദാർ നോക്കുകയാണെങ്കിൽ നെക്കിൻ്റെത് ചെറിയ അളവാണ് വരുന്നത്, അതേപോലെ ആം ഹോളും ചെറിയ അളവാണ് വരുന്നത്, ഷേപ്പ് വരുന്നതും അവിടെയും ചെറിയ അളവ്, സ്ലീവും ചെറുതാണ്. അതേപോലെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, ഇതേപോലെ എന്നാലും ചെറിയ അളവാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമുക്കിതൊന്ന് ഓൾട്രേഷൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് വരുന്നവർ ഫസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലെ സ്ലീവ് തുന്നു കഴിച്ചിട്ട് ഇതേപോലെ എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് ഒരിക്കലും എടുക്കരുത്, തുന്നു കഴിച്ചിട്ട് തന്നെ എന്തായാലും എടുക്കണം. എന്നിട്ട് ഫസ്റ്റ് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് വരുന്നത് 6.5 ഇഞ്ചോളം വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് 5 ഇഞ്ച് മാത്രമാണ് നെക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് അവിടുന്ന് ഒരു 1.5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതേപോലെ വരുമ്പോൾ നെക്കിൻ്റെ ഇറക്കം കുറച്ചാൽ ഇപ്പോൾ നമുക്ക് 5 ഇഞ്ച് തന്നെ നെക്കിൻ്റെ ഇറക്കം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ് നോക്കുന്നത്. ഷോൾഡർ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 4 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. ഇത് നോക്കുകയാണെങ്കിൽ 4.5 ഇഞ്ച് തന്നെയാണ് ഉള്ളത്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോളാണ് നോക്കുന്നത്. ആം ഹോൾ നോക്കാൻ ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടുന്ന് ആം ഹോൾ വരെയുള്ള അളവ് നോക്കുകയാണെങ്കിൽ 6 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൽ നമ്മൾ ഷോൾഡർ നിന്ന് ഇതേപോലെ 6 ഇഞ്ചിൽ ഒരു അടയാളം കൊടുക്കാം. ഇനി അടുത്ത അളവ് എടുക്കുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ ഇതേപോലെ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു തറ്റയിൽ നിന്ന് അടുത്ത തറ്റയിലേക്ക് വരെയുള്ള അളവ് നോക്കാം. അപ്പോൾ 15.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് ലൂസ് ഇടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 16.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 16.5 ഇഞ്ചിൻ്റെ പകുതി 8.25 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതേപോലെ 8.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കൊന്ന് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അപ്പോൾ നമ്മൾ കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ആം ഹോളിൻ്റെ ഫ്രണ്ടിൽ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഞാനിത് ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ചൊന്നും വെട്ടി കൊടുക്കുന്നില്ല, കാരണം ഇത് നല്ല മെലിഞ്ഞ മോക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത്താണ് എടുക്കുന്നത്. ഇത് വേസ്റ്റ് ലെങ്ത്ത് 12 ഇഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ വേസ്റ്റിൻ്റെ റൗണ്ട് കിട്ടിയിട്ടുള്ളത് 15 ഇഞ്ചുമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് 12.5 എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പിൽ 1/2 ഇഞ്ച് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ 15ൻ്റെ പകുതി 7 എടുത്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഞാൻ ലൂസ് ഇടുന്നില്ല, കാരണം യൂണിഫോമിൻ്റെ ടോപ്പ് അധികം ഷേപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ലൂസ് ഇടാതെ യൂണിഫോമിൽ നിന്ന് കിട്ടിയ അതേ അളവ് തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തത് എടുക്കുന്നത് ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത്താണ്. അതിന് വേണ്ടി ഇതേപോലെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സ്ലിറ്റ് എവിടെയാണ് വരുന്നത് അവിടെ വരെയുള്ള അളവ് എടുത്ത് കൊടുക്കുക. ഇതിപ്പോൾ 18.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂട്ടി 19 ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അവിടുത്തെ സ്ലിറ്റ് റൗണ്ട് എടുക്കണം. സ്ലിറ്റ് റൗണ്ട് എടുക്കാൻ ഒരു സ്ലിറ്റിൽ നിന്ന് അടുത്ത സ്ലിറ്റിലേക്കുള്ള എത്രയാണ് അളവിട്ടുള്ളത് അത് നമുക്ക് നോക്കിയെടുക്കാം. ഇതേപോലെ ഒരു സ്ലിറ്റിൽ നിന്ന് അടുത്ത സ്ലിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 17 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് ലൂസിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 18 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഞാനിവിടെ സ്ലിറ്റും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലിറ്റ് നമുക്ക് ഈ ചുരിദാറിൽ എനിക്ക് മറ്റേ ചുരിദാറിനെക്കാട്ടി നല്ല അളവ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് സ്ലിറ്റ് തയ്ക്കാനുള്ള തുണി ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്ലിറ്റിൻ്റെ ഭാഗം അല്ലാത്തതാകുമ്പോൾ നമ്മൾ സ്ലിറ്റിന് തയ്യൽ തുമ്പ് കിട്ടുന്നില്ലെങ്കിൽ സ്ലിറ്റിൻ്റെ തയ്യൽ അയച്ചതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ. അല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ലിറ്റിന് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടാതെ വരും. അപ്പോൾ ചില ആൾക്കാർക്ക് സ്ലിറ്റ് തയ്ക്കാൻ അറിയാത്തവരുണ്ടാവും, തുടക്കക്കാർക്കാകുമ്പോൾ സ്ലിറ്റ് തയ്ക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതേപോലെ സ്ലിറ്റ് വരെ തയ്ച്ചിട്ട് ആ തയ്യൽ വരുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ ചെറിയൊരു ചുളിവ് വരുന്നേ ഉള്ളൂ, മുകൾ വശമെല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഫുൾ ലെങ്ത്താണ് എടുത്ത് നോക്കുന്നത്. ഫുൾ ലെങ്ത്ത് എനിക്ക് 35 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 2 ഇഞ്ചൊക്കെയാണ് കൂടുതലായി വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഫുൾ ലെങ്ത്ത് തന്നെ എടുത്ത് കൊടുക്കുകയാണ്, ഇതിലധികം കുറയ്ക്കുന്നില്ല കേട്ടോ ലെങ്ത്ത്. ഇനി ഞാൻ ബോട്ടം റൗണ്ടാണ് നോക്കുന്നത്. ബോട്ടം റൗണ്ട് ഈ ഒരു ചുരിദാറിൻ്റെത് ബോട്ടം റൗണ്ട് കിട്ടുന്നത് 18 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. 18 ഇഞ്ച്, ഞാൻ 18 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 ഇഞ്ച് ലൂസ് ഇടുന്നില്ല കേട്ടോ. ഞാൻ യൂണിഫോമിലുള്ള സെയിം ബോട്ടം റൗണ്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത്. ബോട്ടം റൗണ്ട് കുറച്ച് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് യൂണിഫോമിൻ്റെ അളവിൽ തന്നെ ഞാൻ എടുക്കുന്നത്. ഇതേപോലെ 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്ത് ഇതേപോലെ നമുക്ക് ബോട്ടം റൗണ്ട് ഒന്ന്
നമുക്കെന്നാ സ്ലിറ്റിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇതേപോലെ വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ തയ്യൽ തുമ്പ് കിട്ടുന്നില്ല എങ്കിൽ സ്ലിറ്റിൻ്റെ തയ്യൽ അയച്ച് അയൺ ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റിനുള്ള തയ്യൽ തുമ്പൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയതെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിതാ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നിടത്ത് ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ നെക്ക് കണ്ട് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പം കട്ട് ചെയ്യുന്നില്ല. ഞാൻ തയ്ച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇനി സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. അപ്പം എനിക്ക് വേണ്ടത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഇതിൻ്റെ സ്ലീവ് റൗണ്ടൊക്കെ തയ്ച്ചതാണ്. അതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പേ വേണ്ട, ഒരു 1/2 ഇഞ്ച്. അപ്പോൾ 15.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് ഇതേപോലെ ആം ഹോൾ 6 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടി 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ തുണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് താഴെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി, എന്നിട്ട് അവിടുന്ന് തയ്യൽ തുമ്പ് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടുന്ന് ഇതേപോലെ കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ റൗണ്ടാണ് എടുക്കുന്നത്. സ്ലീവിൻ്റെ റൗണ്ട് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടാത്തത് കൊണ്ട് തന്നെ സ്ലീവിലും ഞാൻ കുഴിച്ച് വെട്ടി കൊടുക്കുന്നില്ല. ഇതേപോലെയാണ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു നെക്ക് തയ്ക്കുന്നേരം ഇതേപോലെ നെക്കും ഒന്നിച്ച് വെച്ചതിന് ശേഷം വേണം തയ്ക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. എന്നിട്ട് മുകളിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേപോലെ കിട്ടും. ഇനി അടുത്തത് നമ്മൾ സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലെ സ്ലീവ് ഇതേപോലെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം 2 വശത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഷേപ്പ് നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ലീവിന് 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതിലൂടെ തയ്ച്ചെടുത്ത് സ്ലിറ്റ് വരെ തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലിറ്റും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മൾക്ക് എത്ര വലിയ ചുരിദാറായിരുന്നെങ്കിലും നമുക്ക് ചെറിയ സൈസിലേക്ക് ഇതേപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നെക്കൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും നെക്കിൻ്റെ വിടുത്ത് കൂടുമെന്ന്. ഇല്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.